Welcome to Learnino. ഇന്ന് നമ്മൾ മാത്തമാറ്റിക്സ് MAT 102 KTU 2009 സ്കീം ബേസ് ചെയ്തിട്ടുള്ള സോൾവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് ബിയിലെ ലാസ്റ്റ് യൂണിറ്റിലെ ലാസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതോടുകൂടി ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആവുകയാണ്. So let us start. Module 5. Find the Fourier integral representation of the function f of x is equal to 1 if modulus x is less than 1 and 0 if modulus x is greater than 1. So, നമുക്ക് Fourier integral representation ആണ് കണ്ടുപിടിക്കേണ്ടത്. Okay, just a representation കണ്ടുപിടിച്ചാൽ മതി. f of x ന്റെ values വന്നിട്ടുണ്ട് 1 and 0. Modulus x is less than 1. ഈ modulus x less than 1 എന്ന് പറയുമ്പോൾ plus or minus values ആണ്. -1 to 1 അതാണ് range വരുന്നത്. And 0 for modulus x greater than 1 എന്ന് തന്നിട്ടുണ്ട്. So, ആദ്യം തന്നെ Fourier integral representation ന്റെ basic formula എന്താണ്? f of x is equal to integral 0 to infinity a of omega cos omega x plus b of omega sin omega x into d omega. A of omega എന്ന് പറയുന്നത് 1 by pi integral minus infinity to infinity f of x into cos omega x dx. That is 1 by pi. ഇനി നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് നോക്കാം. -1 to 1 കാരണം അത് ഉള്ളത് മോഡുലസ് x ലെസ് ദാൻ 1 എന്ന് പറയുന്ന വാല്യൂലാണ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് 1. ബാക്കി എല്ലായിടത്തും 0 ആണ്. സോ മോഡുലസ് x ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പ്ലസ് ഓർ മൈനസ് 1ലാണ് ഫംഗ്ഷന്റെ വാല്യൂ 1 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ -1 to 1 into അതായത് f of x 1 അല്ലേ അവിടെ into cos omega x into dx. That is 1 by pi. ഇനി integral of cos omega എന്താ? sin omega x by omega within the limits -1 to 1. ഇനി upper limit minus lower limit ചെയ്യാം. That is 1 by pi into upper limit x equal to 1 കൊടുക്കാം. So sin omega കിട്ടും. Minus lower limit x ന് -1 കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? sin of minus omega. നമുക്കറിയാം sin of minus theta എന്താണ്? sin of minus theta എന്ന് പറയുന്നത് minus sin theta ആണ് അല്ലെ? സോ ഇതെന്ന് പറയുന്നത് മൈനസ് sin theta ആണ്. അപ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആണ്. അപ്പോൾ sin omega minus sin theta വരും. That is sin omega plus ഈ രണ്ട് മൈനസും ക്യാൻസൽ ആയി പ്ലസ് ആവും. സോ 2 sin omega ആണ് വരിക ഡിവൈഡഡ് ബൈ pi omega. ഇനി b of omega എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ a of omega ഫസ്റ്റ് പാർട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞു. സെക്കൻഡ് വൺ b of omega that is 1 by pi integral minus infinity to infinity f of x into sin omega x dx. ഇനി അഗൈൻ ലിമിറ്റ്സ് എന്തായിരിക്കും? -1 to 1 തന്നെയാണ് കാരണം അവിടെയാണ് f of x 1 ഉള്ളത്, ബാക്കിയുള്ളത് 0 ആണ്. ഇൻറ്റു sin omega x into dx that is 1 by pi. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുക. sin omegയുടെ ഇന്റഗ്രൽ എന്താ? മൈനസ് cos omega x ഡിവൈഡഡ് ബൈ omega within the limits -1 to 1. അപ്പോൾ ഇവിടെ മൈനസ് ഓൾറെഡി ഉണ്ട്, 1 by pi ഓൾറെഡി ഉണ്ട് പുറത്ത്. -1 by pi ഇൻറ്റു cos omega into x ൽ 1 കൊടുത്താൽ omega മൈനസ് cos omega ഇൻറ്റു -1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? cos of minus omega വരും അല്ലെ? ഇനി cos of minus theta എന്താണ്? cos theta ആണ്, പ്ലസ് cos theta ആണ്. സോ cos omega മൈനസ് cos omega വരും കാരണം cos of minus omega എന്ന് പറയുന്നത് cos of minus theta എന്ന് പറയുന്നത് പ്ലസ് cos theta ആണ്. സോ ഒരേ ടേം വരും. സോ അത് ക്യാൻസൽ ആയി പോകും. ഈ ടേം എന്ന് പറയുന്നത് 0 ആയി പോകും. ഓക്കെ, സോ b of omega എന്ന് പറയുന്നത് 0 ആണ്. a of omegയുടെ ടേം മാത്രമേ Fourier integral representationൽ വരുള്ളൂ. സോ ഫൈനൽ f of x ന്റെ integral representation എന്താ? integral 0 to infinity a of omega അതായത് 2 sin omega divided by pi omega into cos omega x d omega. Next part, find the Fourier transform of f of x is equal to e raised to minus modulus x where minus infinity less than x less than infinity. അപ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? e raised to minus modulus x ആണ്. ഇവിടെ ലിമിറ്റ്സ് തന്നിരിക്കുന്നത് -infinity to infinity ആണ് ലിമിറ്റ് തന്നിരിക്കുന്നത്. സോ Fourier ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ f of omega that is Fourier ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1 by √2 pi integral -infinity to infinity f of x into e raised to minus I omega x dx. ഇതാണ് ജനറൽ ഫോർമുല ടു ഫൈൻഡ് ദ Fourier ട്രാൻസ്ഫോം. അപ്പോൾ ഇവിടെ 1 by √2 pi integral -infinity to infinity നമ്മുടെ ഫംഗ്ഷൻ എന്താ? e raised to minus modulus x അല്ലെ? into e raised to minus I omega x dx. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് e raised to minus modulus x എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ലിമിറ്റ്സ് വരും. അതായത് -infinity to 0 and 0 to infinity ഈ ലിമിറ്റ്സ് സ്പ്ലിറ്റ് ആയിട്ട് എടുക്കണം. കാരണം -infinity to 0 നമ്മുടെ e raised to minus modulus x എന്താവും? കാരണം modulus x ന്റെ വാല്യൂ -infinity അതായത് നെഗറ്റീവ് ആക്സസ് റേഞ്ചിൽ എന്തായിരിക്കും വരിക? modulus x ന്റെ വാല്യൂ എന്ന് പറയുന്നത് -x ആയിരിക്കും അല്ലെ? അപ്പോൾ e raised to minus modulus x എന്തായിരിക്കും വരിക? e raised to minus x വരും. അതായത് e raised to plus x ആണ് വരിക. ഇതാണ് -infinity to 0 റേഞ്ചിൽ വരുന്നത്. അപ്പോൾ 0 to infinity റേഞ്ചിൽ എന്തായിരിക്കും വരിക? e raised to minus modulus x ല് modulus x ന്റെ വാല്യൂ എന്താ? പ്ലസ് അല്ലേ? അപ്പോൾ e raised to minus x ആണ് കിട്ടുക. ഓക്കെ, ഇവിടെ നമ്മുടെ ഇക്വേഷൻ വരുന്നത് 1 by √2 pi integral -infinity to 0 e raised to x. അപ്പോൾ ഇതെങ്ങനെയാണ് e raised to plus x കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ? e raised to minus modulus x ല് modulus x ന്റെ വാല്യൂ എന്തായിട്ട് വരും? -x ആയിട്ട് വരും. സോ e raised to minus x എന്താവും? e raised to plus x
into e raised to minus I omega x dx plus integral 0 to infinity e raised to minus x. അതായത് e raised to minus modulus x ൽ ഈ x എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് അല്ലേ 0 to infinity സോ e raised to minus x വരും into e raised to minus I omega x dx. ഇനി 1 by root 2 pi integral minus infinity to 0 നമ്മൾ x എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ ആണ് പുറത്തേക്ക് എടുത്തു പവറിൽ. സോ ബ്രാക്കറ്റിൽ എന്താ വരിക 1 minus I omega into dx plus integral 0 to infinity e raised to minus x ഇവിടെ പുറത്തേക്ക് എടുക്കുക കാരണം എല്ലാത്തിലും മൈനസ് കോമൺ ടേം ആണ്. മൈനസ് എക്സ് പുറത്തേക്ക് എടുത്താൽ ബ്രാക്കറ്റിനുള്ളിൽ 1 plus I omega വരും into x into dx. ഇനി 1 by root 2 pi ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താ കിട്ടുക e raised to x എന്താണ് e raised to x തന്നെ ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് x അല്ല വിത്ത് റെസ്പെക്ട് ടു x തന്നെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 1 minus I omega എന്നുള്ള ടേം വരും അല്ല e raised to 1 minus I omega into x ആ ഫംഗ്ഷൻ അങ്ങനെ തന്നെ ഇന്റഗ്രൽ വരും ഡിവൈഡഡ് ബൈ 1 minus I omega into x ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x. അപ്പോൾ 1 by ഡിവൈഡഡ് ബൈ 1 minus I omega വരും. ഇനി വിത്തിൻ ദ ലിമിറ്റ്സ് എന്താണ് മൈനസ് ഇൻഫിനിറ്റി ടു 0. അതേപോലെ തന്നെ സെക്കൻഡ് ടേം e raised to minus of 1 plus I omega into x divided by minus of അതിന്റെ കോഎഫിഷ്യന്റ് എന്താ x ന്റെ കോഎഫിഷ്യന്റ് minus of 1 plus I omega അത് ഡിനോമിനേറ്ററിൽ വരും within the limits 0 to infinity. ഇനി 1 by root 2 pi ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. സോ e raised to 0 എന്താ 1 ആണ് അതാണ് ഫസ്റ്റ് ടേം 1 കിട്ടിയിരിക്കുന്നത് മൈനസ് ലോവർ ലിമിറ്റിൽ e raised to x നെ നമ്മൾ മൈനസ് ഇൻഫിനിറ്റി കൊടുക്കണം. e raised to മൈനസ് ഇൻഫിനിറ്റി ശരിക്കും എന്താ 1 by e raised to infinity. ഈ 1 by e raised to infinity പറയുന്നത് 1 by infinity അല്ല ദാറ്റ് ഇസ് 0. സോ e raised to മൈനസ് ഇൻഫിനിറ്റി കണ്ടു കഴിഞ്ഞാൽ അവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ലോവർ ലിമിറ്റ് 0 ആയിപ്പോൾ ദാറ്റ് ഇസ് 1 minus 0 ആണ് ഫസ്റ്റ് ടേമിൽ കിട്ടുക ഡിവൈഡഡ് ബൈ അതേ ഡിനോമിനേറ്റർ പ്ലസ് സെക്കൻഡ് ടേം അതേപോലെ തന്നെ e raised to ഫസ്റ്റ് അപ്പർ ലിമിറ്റ് എന്താ വരിക e raised to മൈനസ് ഇൻഫിനിറ്റി വരും. സോ 0 കിട്ടി നമുക്ക്. ഇനി നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് മൈനസ് ലോവർ ലിമിറ്റ് ആണ് പക്ഷെ ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉള്ളത് കൊണ്ട് മൈനസ് മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആയി പോകും. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് 0 കൊടുക്കുക e raised to 0 എന്താ 1 അല്ലേ ഡിവൈഡഡ് ബൈ 1 plus I omega. ഇനി 1 by root 2 pi ഇവിടെ 1 by 1 minus I omega plus 1 by 1 plus I omega ഇങ്ങനെയാണ് ടേം കിട്ടുന്നത്. ഇനി ഇത് ജസ്റ്റ് ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുക എന്നിട്ട് ഡിനോമിനേറ്റേഴ്സും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 plus I omega plus 1 minus I omega divided by a plus ib into a minus ib എന്ന് പറയുന്നത് a square plus b square ആണ് ദാറ്റ് ഇസ് 1 square plus omega square ആണ്. അപ്പോൾ താഴെ നമുക്ക് കിട്ടുന്നത് 1 plus omega square ആണ് ആൻഡ് നമ്മുടെ ന്യൂമറേറ്റർ എന്തായിരിക്കും 1 plus I omega plus 1 minus I omega I omega cancel ആയി 1 plus 1 എന്താണ് 2 ആണ്. സോ 1 by root 2 pi into 2 by 1 plus omega square ആണ് വരിക. ഇനി 2 by root 2 എന്താണ് 2 റൂട്ടിന്റെ ഉള്ളിൽ എടുത്തു കഴിഞ്ഞാൽ 4 എന്ന് എഴുതി കൂടെ 4 by 2. സോ 4 ഉം 2 ഉം ക്യാൻസൽ ചെയ്താൽ മുകളിൽ 2 വരും ദാറ്റ് ഇസ് root 2 by root pi അതായത് root 2 by root pi എന്ന് പറയുന്നത് root of 2 by pi into 1 by 1 plus omega square. അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ബട്ട് ആൻസർ ഇതായാലും കറക്റ്റ് തന്നെയാണ്. ഒന്നുകൂടി സിംപ്ലിഫൈഡ് ഫോമിൽ ഇങ്ങനെ എഴുതിയെന്ന് മാത്രം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ represent f of x is equal to sin x 0 to pi and 0 when x is greater than pi as Fourier cosine integral. അപ്പോൾ Fourier cosine integral മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. Fourier integral representation അല്ല. ഫസ്റ്റ് പോർഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് പോർഷൻ അടുത്ത് ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ സൊല്യൂഷൻ എഫ് ഓഫ് എക്സ് എന്താ തന്നിരിക്കുന്നത് 0 to pi എന്ന് പറയുന്ന ലിമിറ്റ്സിൽ സൈൻ എക്സ് ആണ് വാല്യൂ ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ പൈ ദാറ്റ് ഇസ് പൈ ടു ഇൻഫിനിറ്റിയിലാവുമ്പോൾ നമുക്ക് 0 ആണ് വാല്യൂ. നമുക്കറിയാം Fourier cosine integralന്റെ ഫോർമുല എന്താ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity a of omega into cos omega x d omega. കാരണം കോസിന്റെ ടേം ആണ് വരിക Fourier cosine integral representation. കംപ്ലീറ്റ് Fourier integral representationൽ സൈൻ ആൻഡ് കോസ് രണ്ട് ടേംസ് ഉണ്ടാവും. കൊസൈൻ ഇന്റഗ്രലിൽ കോസ് ടേം മാത്രം സൈൻ ഇന്റഗ്രലിൽ സൈൻ ടേം മാത്രം. ഇവിടെ a of omega മാത്രം കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. ദാറ്റ് ഇസ് a of omega is equal to 2 by pi integral 0 to infinity f of x into cos omega x dx. ഇതിൽ f of x ന്റെ വാല്യൂ എന്ന് പറയുന്നത് sin x ആണ്. ഇനി നമുക്ക് ലിമിറ്റ്സ് മാറ്റേണ്ടത് 0 to infinity കംപ്ലീറ്റ് ആയിട്ട് ടേം ഉണ്ട്. അതായത് ഇന്റഗ്രൽ 0 to pi ലാണ് sin x ഉള്ളത് ഫംഗ്ഷന്റെ വാല്യൂ ആൻഡ് പൈ ടു ഇൻഫിനിറ്റിയിൽ വാല്യൂ എന്താണ് ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. സോ 0 to pi മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ലിമിറ്റ് ചേഞ്ച് ചെയ്യാൻ മറക്കരുത്. ഇന്റഗ്രൽ 0 to pi sin x into cos omega x dx ദാറ്റ് ഇസ് 2 by pi into ഇനി sin a cos b എന്താണ് sin a cos b അതിന്റെ ഒരു ഫോർമുല എന്താണ് sin of a plus b plus sin of a minus b whole by 2 sin a plus b plus sin of a minus b whole divided by 2 അതായത് half of അതാണ് 1 by 2 ഇവിടെ എഴുതിയിരിക്കുന്നത് 1 by 2 into integral 0 to pi sin a plus b അതായത് a എന്ന് പറയുന്നത് എക്സും b എന്ന് പറയുന്നത് ഒമേഗ എക്സും. അപ്പം എക്സ് കോമൺ ആയതുകൊണ്ട് പുറത്തേക്ക് എടുത്തു. ഓക്കെ എക്സ് പ്ലസ് ഒമേഗ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 1 പ്ലസ് ഒമേഗ
that is sine of 1 plus omega into x plus sine of a minus b പറഞ്ഞ 1 minus omega into x dx. ഇനി integrate ചെയ്യുക. Sine ന്റെ integral എന്താ minus cos theta divided by derivative of that x അല്ലേ, അതായത് x ന്റെ കോഎഫിഷ്യന്റ് എന്താ ഇവിടെ 1 plus omega ആണ്, അത് താഴെ വരും. സോ മൈനസ് cos of 1 plus omega into x divided by 1 plus omega. അതേപോലെ സെക്കൻഡ് ടേമും മൈനസ് cos of 1 minus omega into x divided by 1 minus omega. Within the limits 0 to pi ആണ്. അപ്പോൾ ഇവിടെ again എല്ലാം 4 ടേംസും ഇവിടെ ഉണ്ടാവും. ഫസ്റ്റ് അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താ പൈ ആണ്. അപ്പോൾ x ന് പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ വാല്യൂസ് വരിക? ആദ്യം ഇവിടെ രണ്ട് ടേംസിനും അപ്പർ ലിമിറ്റ് കൊടുത്തു, എന്നിട്ടാണ് മൈനസ് ലോവർ ലിമിറ്റ്. ഇത്രയും ഈ ഫസ്റ്റ് 2 ടേംസ് അപ്പർ ലിമിറ്റും ലാസ്റ്റ് 2 ടേംസ് പറയുന്നത് ലോവർ ലിമിറ്റ് ആണ്. അപ്പോൾ മൈനസ് കോസ് ഓഫ് 1 പ്ലസ് ഒമേഗ ഇൻറ്റു പൈ, എക്സിന് പൈ കൊടുത്തു, ബൈ 1 പ്ലസ് ഒമേഗ മൈനസ് കോസ് ഓഫ് 1 മൈനസ് ഒമേഗ ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ. ഇനി മൈനസ് ലോവർ ലിമിറ്റ് ആണ്. അപ്പോൾ ഓൾറെഡി എല്ലാത്തിനും മൈനസ് ഉണ്ട്. ഈ ഫസ്റ്റ് രണ്ട് ടേംസിനും മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ ആ രണ്ട് ടേംസിനും പ്ലസ് ആണ് വരുന്നത്. ഇനി എക്സിന് നമ്മൾ 0 കൊടുക്കാം. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ കോസ് 0 അല്ലേ വരിക? കോസ് 0ന്റെ വാല്യൂ എന്താ? 1 ആണ്. സോ 1 ബൈ 1 പ്ലസ് ഒമേഗയും സെക്കൻഡ് ടേം എന്താ? 1 ബൈ 1 മൈനസ് ഒമേഗ. ഇത്രയും ടേംസ് കിട്ടും. ഇനി 1 ബൈ 1 പ്ലസ് ഒമേഗ പ്ലസ് 1 ബൈ 1 മൈനസ് ഒമേഗ എന്താ വരിക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ആൻഡ് ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 മൈനസ് ഒമേഗ പ്ലസ് 1 പ്ലസ് ഒമേഗ ഹോൾ ഡിവൈഡ് ബൈ എ പ്ലസ് ബിൻ്റെ എ മൈനസ് ബി എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്, അതായത് 1 മൈനസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഒമേഗ മൈനസ് ഒമേഗയും ക്യാൻസൽ ആയി 2 വരും. 2 ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ വരും. ഇപ്പോൾ 2 ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ, അങ്ങനെയാണ് ഈ ടേം കിട്ടുന്നത്. ലാസ്റ്റ് ടേം അതായത് തേർഡ് ആൻഡ് ഫോർത്ത് ടേംസ് ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നതാണ് 2 ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ. ഇനി ഫസ്റ്റ് 2 ടേംസ് നോക്കാം. കോസ് ഒമേഗ പൈ എങ്ങനെയാണ് കിട്ടുന്നത്? അതായത് കോസ് ഓഫ് പൈ പ്ലസ് പൈ ഒമേഗ എന്നല്ല ഫസ്റ്റ് ടേം വരിക. അതായത് കോസ് ഓഫ് പൈ പ്ലസ് ഒമേഗ പൈ ഈ ടേം കൺസിഡർ ചെയ്യുക. മൈനസ് കോസ് ഓഫ് 1 പ്ലസ് ഒമേഗ ഇൻറ്റു പൈ ആണ്. മൈനസ് ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ മൈനസ് കോസ് ഓഫ് 1 പ്ലസ് ഒമേഗ ഇൻറ്റു പൈ ചെയ്യുന്നത്. കോസ് ഓഫ് പൈ പ്ലസ് തീറ്റ എന്താണ്? പൈ പ്ലസ് എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രന്റിലാണ് വരിക? അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത്. ഇപ്പോൾ ഇവിടെ എല്ലാ ഫങ്ഷൻസും പോസിറ്റീവ് ആണ്. ഇവിടെ സൈൻ ഫംഗ്ഷൻ, ഇവിടെ ടാൻ ഫംഗ്ഷൻ ആൻഡ് ഇവിടെ കോസ് ഫംഗ്ഷൻ. ഇപ്പോൾ ഓൾ സിൽവർ ടീ കപ്സ് എന്ന് ജസ്റ്റ് കോഡ് പോലെ പഠിക്കുക. മീൻസ് വേറെ എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ ഏതാണോ കുറച്ചും കൂടി ഈസിയർ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഓൾ എന്ന് പറയുമ്പോൾ എല്ലാം ഫംഗ്ഷൻസും ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആണ്. സിൽവറിൽ സൈൻ ആൻഡ് ടീ എന്ന് പറയുമ്പോൾ ടാൻ ആൻഡ് കപ്സ് എന്ന് പറഞ്ഞാൽ കോസ് ഉദ്ദേശിക്കുന്നത്. സോ ജസ്റ്റ് അത് ഓർത്ത് വയ്ക്കുക അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഓൾ എന്ന് പറയുമ്പോൾ എല്ലാ ഫംഗ്ഷൻസും ഫസ്റ്റ് ക്വാഡ്രന്റിൽ പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ദാറ്റ് ഈസ് ഇവിടെ സൈൻ എന്ന് പറയുന്നത് ഇവിടെ പൈ ബൈ 2 അല്ലേ, 0 പൈ ബൈ 2 ദെൻ പൈ 3 പൈ ബൈ 2 ഇങ്ങനെയാണ് ഫംഗ്ഷൻസ് വാല്യൂസ് വരുന്നത് തീറ്റയുടെ. അപ്പോൾ നമുക്ക് ഇവിടെ കോസ് പൈ പ്ലസ് വരുമ്പോൾ പൈ പ്ലസ് എന്ന് പറയുമ്പോൾ എവിടെയാണ്? തേർഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. തേർഡ് ക്വാഡ്രന്റിൽ ടാൻ ആണ്, ടാൻ ഫംഗ്ഷൻ ആണ് ശരിക്കും പോസിറ്റീവ് ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ കോസ് ഓഫ് പൈ പ്ലസ് ഒമേഗ പൈയിൽ കോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തേർഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആയതുകൊണ്ട് മൈനസ് കോസ് ഒമേഗ പൈ വരും അല്ലേ. ഓൾറെഡി ഇവിടെ മൈനസ് ഉണ്ടല്ലോ. സോ മൈനസ് ഓഫ് മൈനസ് കോസ് ഒമേഗ പൈ എന്താവും? പ്ലസ് കോസ് ഒമേഗ പൈ വരും. അതാണ് ഇവിടെ ഫസ്റ്റ് ടേം കോസ് ഒമേഗ പൈ എന്ന് കൊടുത്തിരിക്കുന്നത്, ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ. സെക്കൻഡ് ടേമും അതേപോലെ തന്നെ കോസ് പൈ പ്ലസ് ഒമേഗ പൈയിൽ മൈനസ് ഓൾറെഡി ഉണ്ട്. മൈനസ് കോസ് ഒമേഗ പൈ വരുമ്പോൾ പ്ലസ് കോസ് ഒമേഗ പൈ ആവും ബൈ 1 മൈനസ് ഒമേഗ. ഇനി അഗെയിൻ ഇവിടെ ഞാൻ തേർഡ് ആൻഡ് ഫോർത്ത് ടേംസ് ഗ്രൂപ്പ് ചെയ്ത പോലെ തന്നെ ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേംസും ഇതേപോലെ സിംപ്ലിഫൈ ചെയ്തിട്ട് 2 കോസ് ഒമേഗ പൈ ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ കിട്ടും. ഇതേപോലെ തന്നെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2 കോസ് ഒമേഗ പൈ ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ കിട്ടും പ്ലസ് 2 ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ. ഇനി ഇതിൽ 2 ബൈ പൈ ഇൻറ്റു ഇവിടെ ഇപ്പോൾ നമുക്ക് 2 എന്ന് പറയുന്നത് കോമൺ ആണ്. ഫസ്റ്റ് രണ്ട് ടേംസിനും 2 കോമൺ ആണ്, പുറത്തേക്ക് എടുത്തു. ബൈ പൈ ഓൾറെഡി പുറത്തുണ്ട്. സോ 2 ബൈ പൈ. ഇനി ഡിനോമിനേറ്ററും കോമൺ ആണ്, 1 മൈനസ് ഒമേഗ സ്ക്വയർ അല്ലേ, ഇൻറ്റു ബ്രാക്കറ്റിൽ എന്താ വരിക? കോസ് ഒമേഗ പൈ പ്ലസ് 1. അപ്പോൾ ഫൈനലി റെപ്രസെൻറ്റേഷൻ എങ്ങനെ? ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 2 ബൈ പൈ ഇൻറ്റു 1 മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കോസ് ഒമേഗ പൈ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. സെക്കൻഡ് പോർഷൻ, ഫൈൻഡ് ദ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ആണ്. ഇവിടെ സൈൻ എഴുതാൻ വിട്ടുപോയതാണ്. സൈൻ ട്രാൻസ്ഫോം of the function f of x is equal to 1 when 0 to 1 limits
minus 1, 1 less than x less than 2 and 0 when x greater than 2. അപ്പോൾ എഫ് ഓഫ് എക്സ് നമുക്ക് 3 വാല്യൂസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 3 ലിമിറ്റ്സ് എല്ലാം കൺസിഡർ ചെയ്യണം. 3 ലിമിറ്റ്സ് എന്ന് പറയുമ്പോൾ തേർഡ് ലിമിറ്റിൽ 0 ആണ്. ഓക്കെ, അപ്പോൾ 0 to 1 ഉം 1 to 2 അവിടെയാണ് നമുക്ക് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എഫ് എസ് ഓഫ് ഒമേഗ ദാറ്റ് ഇസ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ഫൊറിയർ സൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ അല്ല, ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം. എഫ് എസ് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi ഇന്റഗ്രൽ 0 to infinity എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇനി കറക്റ്റ് ആയിട്ട് ആ ലിമിറ്റ് കൊടുക്കുക. അതായത് 0 to 1ലും 1 to 2ലും ഫംഗ്ഷന്റെ വാല്യൂ കറക്റ്റായി സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. എഫ് ഓഫ് എക്സ് 1 ആണ് 0 to 1ല്, 1 to 2ല് എഫ് ഓഫ് എക്സ് ആണത് -1 ആണ്. ഇനി സൈൻ ഒമേഗ എക്സ് ഇൻറ്റു ഡി എക്സ് ബാക്കി അങ്ങനെ തന്നെ എഴുതി. ഇനി ഓരോന്നും ഇന്റഗ്രേറ്റ് ചെയ്യുക. സൈൻ തീറ്റയുടെ എന്താണ് മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് എക്സ് അല്ലേ. അപ്പോൾ മൈനസ് കോസ് ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ വിത്തിൻ ദ ലിമിറ്റ്സ് 0 to 1 പ്ലസ് സെക്കൻഡ് ടേം എങ്ങനെയാ പ്ലസ് എന്ന് പറയുന്നത് കാരണം മൈനസ് ഓൾറെഡി അവിടെ എക്സിസ്റ്റ് ഉണ്ട്. എഗെയിൻ മൈനസ് കോസ് ഒമേഗ എക്സ് വരുമ്പോൾ എന്താവും മൈനസ് മൈനസ് എന്നുള്ളത് പ്ലസ് ആവും. കോസ് ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ വിത്തിൻ ദ ലിമിറ്റ്സ് 1 to 2. ഇനി റൂട്ട് ഓഫ് 2 by pi ഇവിടെ താഴത്തെ ഒമേഗ രണ്ടിനും കോമൺ ഫാക്ടർ പുറത്തേക്ക് എടുക്കാം. റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു 1 by ഒമേഗ ബ്രാക്കറ്റിൽ എന്താ വരിക നമുക്ക് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ 1 മൈനസ് അതായത് അപ്പർ ലിമിറ്റ് 1 കൊടുക്കുക. അപ്പോൾ മൈനസ് കോസ് ഒമേഗ മൈനസ് ലോവർ ലിമിറ്റ് ആണ്. അപ്പോൾ മൈനസ് ലോവർ ലിമിറ്റിൽ മൈനസ് ഓഫ് മൈനസ് കോസ് 0 അതായത് പ്ലസ് കോസ് 0 1 അല്ല, അപ്പോൾ പ്ലസ് 1 വരും. ആൻഡ് സെക്കൻഡ് ടേം പ്ലസ് കോസ് 2 ഒമേഗ അതായത് എക്സിന് അപ്പർ ലിമിറ്റ് കൊടുത്താൽ 2 വരും ആൻഡ് ലോവർ ലിമിറ്റ് 1 കൊടുത്തു കഴിഞ്ഞാൽ ഒമേഗ അതായത് കോസ് 2 ഒമേഗ മൈനസ് കോസ് ഒമേഗയാണ് സെക്കൻഡ് ടേമിന്റെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു 1 by ഒമേഗ ഇൻറ്റു ബ്രാക്കറ്റിൽ എന്താ വരിക ഈ കോസ് ഒമേഗ എന്ന് പറയുന്നത് 2 ടൈംസ് വന്നു മൈനസ് 2 കോസ് ഒമേഗ പിന്നെ 1 ഉണ്ട് ആൻഡ് കോസ് 2 ഒമേഗ ഉണ്ട്. സോ 1 പ്ലസ് കോസ് 2 ഒമേഗ മൈനസ് 2 cos omega. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ പേപ്പർ. കംപ്ലീറ്റ് ആയി ഡിസ്കഷൻ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.